ദൈവത്തിന് മഹത്വം. നമ്മുടെ പ്രതിദിന ആഹാരം മാർച്ച് 14. മാറ്റത്തിൻ്റെ ഗെയിം. നിങ്ങളുടെ ശത്രുക്കളെ സ്നേഹിപ്പീൻ. ലൂക്കോസിൻ്റെ സുവിശേഷം 6-ാം അധ്യായം 27-ാം വാക്യം. ആ ഹസ്തദാനം ഒരു ചരിത്രമായിരുന്നു. 1963 മാർച്ചിലെ ഒരു രാത്രിയിൽ 2 കോളേജ് ബാസ്കറ്റ്ബോൾ കളിക്കാർ, ഒരു കറുത്ത വർഗ്ഗക്കാരനും ഒരു വെള്ളക്കാരനും, വേർതിരിവുകളുടെ മതിലുകളെ തകർത്ത് പരസ്പരം ഹസ്തദാനം ചെയ്തു. മിസിസിപ്പി സ്റ്റേറ്റിൻ്റെ ചരിത്രത്തിൽ ആദ്യമായി വെള്ളക്കാരുടെ പുരുഷ ടീം ഒരു സങ്കരവർഗ ടീമിനെതിരെ കളിച്ചു. അദേശീയ ടൂർണമെൻറ്റിൽ ലയോള യൂണിവേഴ്സിറ്റിക്കെതിരായ ഗെയിം ഓഫ് ചേഞ്ച് മത്സരത്തിൽ പങ്കെടുക്കാൻ മിസിസിപ്പി സ്റ്റേറ്റ് സ്ക്വാഡ് അവരുടെ സംസ്ഥാനം വിട്ടുപോകാൻ പാടില്ലെന്ന വിലക്ക് പകരം കളിക്കാരെ ഉപയോഗിച്ച് ഒഴിവാക്കി. അതേസമയം ലയോളയുടെ കറുത്ത കളിക്കാർ എല്ലാ സീസണും വംശീയ അധിക്ഷേപങ്ങൾ സഹിച്ചു. യാത്രക്കിടെ പോപ്കോണും ഐസും ഉപയോഗിച്ചുള്ള ഏറും അടഞ്ഞ വാതിലുകളും അവർ അഭിമുഖീകരിച്ചു. എന്നിട്ടും ആ ചെറുപ്പക്കാർ കളിച്ചു. മിസിസിപ്പി സ്റ്റേറ്റ് ബുൾഡോഗുകളെ 61-51 തോൽപ്പിച്ച ലയോള റാംബ്ലേഴ്സ് പിന്നീട് ദേശീയ ചാമ്പ്യൻഷിപ്പ് നേടുകയും ചെയ്തു. എന്നാൽ ആ രാത്രി ശരിക്കും എന്താണ് വിജയിച്ചത്? വെറുപ്പിൽ നിന്നും സ്നേഹത്തിലേക്കുള്ള ഒരു നീക്കം. യേശു പഠിപ്പിച്ചതുപോലെ നിങ്ങളുടെ ശത്രുക്കളെ സ്നേഹിപ്പീൻ, നിങ്ങളെ പകയ്ക്കുന്നവർക്ക് ഗുണം ചെയ്യുവീൻ. ക്രിസ്തു പഠിപ്പിച്ചതുപോലെ നമ്മുടെ ശത്രുക്കളെ സ്നേഹിക്കാൻ, മാറ്റം വരുത്താനുമുള്ള അവൻ്റെ വിപ്ലവകരമായ കൽപ്പന നാം അനുസരിക്കണം. ദൈവത്തിൻ്റെ ഈ നിർദ്ദേശം ജീവിതത്തെ മാറ്റിമറിക്കുന്ന ഒരു കൽപ്പനയാണ്. പൗലോസ് എഴുതിയതുപോലെ, ഒരുത്തൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു, പഴയത് കഴിഞ്ഞുപോയി, ഇതാ അത് പുതിയതായി തീർന്നിരിക്കുന്നു. നമ്മിലെ അവൻ്റെ പുതിയ വഴി എങ്ങനെയാണ് പഴയതിനെ പരാജയപ്പെടുത്തുന്നത്? സ്നേഹത്താൽ മാത്രമാണ് അത് സാധ്യമാവുന്നത്. അപ്പോൾ മറ്റുള്ളവരിൽ നമുക്കവനെ കാണാൻ കഴിയും. ചിന്തിക്കുക, നിങ്ങളുടെ ജീവിതത്തിൽ മറ്റുള്ളവരെ ശത്രുക്കളായി കാണാൻ നിങ്ങളെ പ്രേരിപ്പിക്കുന്നത് എന്താണ്? യേശുവിൻ്റെ സ്നേഹത്താൽ വിദ്വേഷത്തെ നേരിടാൻ നിങ്ങൾക്ക് എന്ത് മാറ്റങ്ങൾ വരുത്താനാവും? ദൈവം